മഴ തോരും മുംബൈയിലാണെങ്കിൽ ബാലചന്ദ്രൻ അലീനയുടെ അച്ഛനെ തേടി ഗംഗാധര മേനോൻ്റെ അടുത്തെത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഗംഗാധര മേനോൻ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ വേണ്ടത് ബാലചന്ദ്ര? നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചികഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ, എൻ്റെ അലീനയ്ക്ക് വേണ്ടിയല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ഏത് അറ്റം വരെയും പോവും അവൾക്ക് വേണ്ടി എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കാണാൻ സാധിക്കും, കാണാൻ കഴിയും. അല്ല, ഈ അലീനയുടെ അച്ഛൻ ആരാണ് എന്ന് ഗംഗാധരനോട് നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുന്നു. അപ്പോൾ ഗംഗാധരനാണെങ്കിൽ ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. അപ്പോഴാണെങ്കിൽ നമ്മുടെ ഗംഗേട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഗംഗേട്ടന് പറയാൻ ഇത്ര മടി? സ്റ്റാലിൻ എന്ന ആളുടെ പേര് പറയാൻ എന്താ ഇത്ര മടി എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ബാലചന്ദ്രൻ എല്ലാം കൽപ്പിച്ചാണ് എന്ന് തിരിച്ചറിയുന്ന ഗംഗേട്ടനാണെങ്കിൽ, എൻ്റെ ബാലചന്ദ്ര, നീ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ, കഴിഞ്ഞ അധ്യായം വീണ്ടും തുറക്കല്ലേ എന്ന് പറയുന്നു. അലീന കുറേ നാൾ എൻ്റെ വീട്ടിലായിരുന്നില്ലേ, അവളെ അമ്മ അറിയാതെ അവൾ എത്ര നാൾ താമസിച്ചില്ലേ, ഇനി അച്ഛൻ്റെ വീട്ടിലേക്ക് പോകട്ടെന്നേ, അവിടെയും അവളെ സ്വീകരിക്കുകയോ ഇല്ലയോ എന്നൊക്കെ അറിയാമല്ലോ, അതിനു വേണ്ടിയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇവിടെയാണെങ്കിലോ ബാലചന്ദ്രൻ ഗോവർദ്ധനോട് പറയുന്നുണ്ട്, നമുക്ക് ഇനി ഒരു ഭ്രാന്തൻ കളി കളിക്കാം, ആ വൈജയന്തിയുടെ ആ കാമുകനെ കൈയോടെ പിടികൂടണം, ഒന്ന് കാണണം, അവനോട് ചോദിക്കണം എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനും ഗോവർദ്ധനും അലീനയുടെ അച്ഛൻ്റെ വീടിന് മുമ്പിൽ എത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ